പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആദ്യ ബോംബ് ബി.ജെ.പിയുടെ പള്ളയ്ക്ക് തന്നെ. കോർ കമ്മിറ്റി അംഗം സി കൃഷ്ണകുമാറിനെതിരെയാണ് ആദ്യ ബോംബ്. കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിട്ടുമുണ്ട്. ഇര നേരിട്ട് തന്നെയാണ് മെയിൽ അയച്ചത്. ഈ പരാതി കിട്ടി ബോധിച്ചുവെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസ് അതിജീവിതയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് സ്വദേശിയായ യുവതിയാണ് പരാതിക്കാരി. ഈ പരാതി മുമ്പ് RSS നേതാവിന് നൽകപ്പെട്ടിരുന്നു. എന്നാൽ അതിൽ നടപടികളൊന്നും ഉണ്ടായില്ല. ഈ പരാതിയാണ് വീണ്ടും ബി.ജെ.പി അധ്യക്ഷന് മുന്നിലെത്തുന്നത്. എന്നാൽ ഇതിനെ വെറുമൊരു കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ ബി.ജെ.പി നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. അത്ര നിസ്സാരമുള്ള കുടുംബ പ്രശ്നമല്ല ഇതെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. പീഡന പരാതിയാണ് ഇതെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഇരയുടെ പരാതി ബി.ജെ.പി അധ്യക്ഷന് കിട്ടിയെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ ബോംബാക്രമണം നടത്തിയത്. അതിനിടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അണിയറ നീക്കവും സജീവമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആദ്യ ബോംബ് കൃഷ്ണകുമാറിന്റെ മണ്ടയ്ക്ക് വി.ഡി. സതീശൻ എറിയുന്നത്. ആ ആരോപണത്തിൽ പോലീസിന് മുന്നിൽ പരാതി എത്താനും സാധ്യതയുണ്ട്. എങ്കിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോകാം. പാലക്കാട് ബി.ജെ.പിയെ നിയന്ത്രിക്കുന്നത് കൃഷ്ണകുമാറാണ്. ഏറെ എതിർപ്പുണ്ടായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായിരുന്നു. പക്ഷേ ജയിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ പ്രഭാവത്തിന് കുറവുണ്ടായി. വേടനെതിരെ ഭാര്യ നൽകിയ പരാതിയും ഏറെ വിമർശിക്കപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് പുതിയ ചർച്ചകളും പീഡന പരാതിയും പുറത്തു വരുന്നത്. ബി.ജെ.പിയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും കൃഷ്ണകുമാറിനെ ഒരിക്കൽ മാറ്റിയിരുന്നു. എന്നാൽ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർ പരിഗണന നൽകുകയും ചെയ്തു. ഇതോടെ സംസ്ഥാന ബി.ജെ.പിയിലെ പ്രധാനിയായി കൃഷ്ണകുമാർ വളർന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് RSSും കൃഷ്ണകുമാറുമായി അകലത്തിലായി. ഇതിന്റെ പ്രതിഫലനമായിരുന്നു തോൽവിയെന്ന വിലയിരുത്തലുമുണ്ട്. വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും അതിവിശ്വസ്ത ഗണത്തിൽപ്പെട്ട നേതാവാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ ഭാര്യ പാലക്കാട് ബി.ജെ.പി നേതാവും കൗൺസിലറുമാണ്. കേരളം ഞെട്ടുന്ന വാർത്താ ബോംബ് തന്റെ പക്കലുണ്ടെന്ന മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളത്തെ വീണ്ടും ആകാംക്ഷയുടെ മുൾമുനയിലാക്കിയിരുന്നു. കോൺഗ്രസിനെ വെട്ടിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഒരുവിധം കെട്ടടങ്ങുന്നതിന് പിന്നാലെയാണ് CPM-നും ബി.ജെ.പിക്കും താക്കീത് നൽകുന്ന ഭീഷണി മുന്നറിയിപ്പ് വി.ഡി. സതീശൻ മുഴക്കിയത്. CPM-കാർ അധികം കളിക്കരുത്, ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്, ഭീഷണിയല്ലേ എന്ന് ചോദിച്ചാൽ ആണ് താനും. കേരളം ഞെട്ടിപ്പോകുന്ന വാർത്ത അധികം വൈകാതെ പുറത്തുവരും. ഇതായിരുന്നു സതീശൻ കോഴിക്കോട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. കന്റോൺമെന്റിലേക്ക് കാളയുമായി പ്രകടനം നടത്തിയ ബി.ജെ.പിക്കാർ രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് കാളയുമായി പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാകുമെന്നും സതീശൻ പറഞ്ഞിരുന്നു. വെറും വാക്ക് പറഞ്ഞ് ഞെളിയുന്ന നേതാവല്ല സതീശൻ. അതിനാൽ രാഷ്ട്രീയ താല്പര്യമുള്ളവരുടെ കാത്തിരിപ്പിന് എരിവേറും. IAS ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയ ആളും മന്ത്രിയായി തുടരുന്നുവെന്ന പരാമർശവും ഗൗരവമുള്ളതാണ്. സതീശൻ ലക്ഷ്യം വെക്കുന്നത് ആരെയെന്നും എന്താണ് പുറത്തുവിടാൻ പോകുന്ന രഹസ്യമെന്നുമുള്ള ആകാംക്ഷയിലാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരും. എന്നാൽ CPM-ൽ ഒരു ബോംബും വീഴാനില്ലെന്നും വീഴാൻ പോകുന്നത് കോൺഗ്രസിന്റെ നെഞ്ചത്താണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരിച്ചടിച്ചിരുന്നു. ഞാൻ ഇപ്പോഴേ ഞെട്ടി എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പരിഹാസം. കയ്യിലുള്ളത് പുറത്തുവിടുവെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും സതീശനോട് വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ പുറത്തുവിട്ട FB പോസ്റ്റും ചില സൂചനകൾ നൽകിയിരുന്നു. കോൺഗ്രസ് മാതൃക പിന്തുടർന്ന രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന ചോദ്യമാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചത്. ഏതായാലും രാഷ്ട്രീയ കേരളം പീഡന പരാതികളിലും പെൺനിലവിളികളിലും പെട്ട് ആകെ വഷളായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.